ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. ഇയ്യോബ് 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. ഇയ്യോബ് 5:8. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇന്നിപ്പോൾ വായിച്ച ഈ ഒരു വചനം എന്ന് പറയുന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ. ഹല്ലേലൂയ. ഇയ്യോബിൻ അതായത് അതിൻ്റെ 7-ാമത്തെ വചനത്തിൽ പറയാണ്, മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിക്കുന്നു, തീപ്പൊരി ഉയരെ പറക്കും പോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടത എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്താണ്? തീപ്പൊരി ഉയരെ പറക്കും പോലെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഒരു കഷ്ടതയ്ക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്ന ഇയ്യോബ് ഇവിടെ പറയുന്നത് എന്താണ്? ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കും, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. അതേ ദൈവജനമേ, നമ്മൾ പോകുന്ന കഷ്ടതകളിൽ, നമ്മൾ പോകുന്ന നിരാശകളിൽ, നമ്മൾ പോകുന്ന ഭാരങ്ങളിൽ, പ്രയാസങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു യഹോവ ഭക്തൻ എടുക്കേണ്ട ഒരു തീരുമാനം എന്താണ്? കഷ്ടത എങ്ങനെയായാലും വരട്ടെ, എൻ്റെ ഉത്തരവാദിത്തം എന്താ? ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കും, എൻ്റെ ദൈവത്തിനാ ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കും. ഹല്ലേലൂയ. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കും, എൻ്റെ കാര്യം അതായത് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ്, ഏത് വിഷയത്തിൻ്റെ നടുവിലാണോ ഞാൻ ഭാരപ്പെടുന്നത്, ആ വിഷയം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു കഷ്ടതയുടെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പലപ്പോഴും നമുക്ക് ഭാരങ്ങളുണ്ടാവും, അല്ലേ? പ്രയാസങ്ങളുണ്ടാവും. ആ സമയത്തൊക്കെ നമുക്കറിയാം, കഷ്ടതയിൽ നമ്മൾ കൊഴിഞ്ഞു പോയ നമ്മുടെ ബലം നഷ്ടം തന്നെ എന്ന് സദൃശവാക്യത്തെ നമ്മൾ വായിക്കുന്ന പ്രകാരം ഒരു കഷ്ടത ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, ഹല്ലേലൂയ, പലപ്പോഴും അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തിയേക്കാം, നമ്മുടെ ഹൃദയത്തിന് എന്ത് വരുത്താം? അസ്വസ്ഥതകൾ പലതും വരുത്തിയേക്കാം, അല്ലേ? പക്ഷെ അതിൻ്റെ നടുവിൽ ഞാനും നിങ്ങളും എന്താണെന്നറിയോ ചെയ്യേണ്ടത്? നമ്മുടെ കണ്ണ് ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ മതി. ഹല്ലേലൂയ. നിന്റെ കാര്യം നീ എന്ത് ചെയ്യുക? ദൈവത്തെ അറിയിക്കുക. ആമേൻ. സ്തോത്രം. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കഷ്ടതയോ ഒരു ഭാരമോ പ്രയാസവും വരുമ്പോൾ നമ്മൾ ഇന്ന് ചിലപ്പോൾ ആശ്വസിപ്പിക്കാൻ ആദ്യം പോകുന്നത്, ഇപ്പോൾ മക്കളാണെങ്കിൽ അപ്പൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോകും, അല്ലേ? ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് പോയി എന്ത് ചെയ്യും? ഒരു സഹായത്തെ അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ എന്ത് ചെയ്യുന്നു? ചോദിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പം നമുക്കൊരു സാമ്പത്തികമായ ഒരു ആവശ്യം വന്നു, വളരെ ഞെരുക്കത്തിൽ നമ്മളായിരിക്കുന്നു, നമ്മൾക്കറിയാവുന്ന ഫ്രണ്ട്സിനെയും നമ്മുടെ അയൽവക്കക്കാരെയോടും എല്ലാവരോടും നമ്മൾ ചോദിച്ചു, അവരുടെ കയ്യിൽ ഒന്നും ലാസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എവിടുന്നും ഒരു സഹായം ഇല്ലാതെ വരുമ്പോഴായിരിക്കും നമ്മൾ നിർമ്മിച്ച സർവ്വശക്തങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുന്നു. ഒരിക്കലും അങ്ങനെ ആകരുത് ദൈവമക്കളെ. നമുക്കൊരു യഹോവ ഭക്തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ട ആർക്കാണ്? ദൈവത്തിനാണ്, അല്ലേ? അപ്പോൾ ഒരു പ്രശ്നം വന്നാലും നീ എന്ത് ചെയ്യുക? ദൈവസന്നിധി ആദ്യം ചെന്ന് നിന്റെ കാര്യം ദൈവത്തെ ബോധിപ്പിക്കുക. 142-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉള്ള യഹോവ, 142:2, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഉള്ള യഹോവയുടെ സന്നിധി എന്ത് ചെയ്യും? പകരും. എൻ്റെ കഷ്ടത അവനെ ബോധിപ്പിക്കും. അതേ ദൈവമക്കളെ, നമുക്കൊരു കഷ്ടത വരുമ്പോൾ ആ കഷ്ടത, അപ്പാ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് എന്ത് ചെയ്യുക? ദൈവത്തോട് നമ്മൾ ചോദിക്കുക. ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ കഷ്ടത എന്ത് ചെയ്യുക? ബോധിപ്പിക്കുന്നവരായി തീരുക. ഹല്ലേലൂയ. ഇവിടെ അതാണ് ഇയ്യോബ് ചെയ്ത്. ഇയ്യോബ് എന്താ പറഞ്ഞു? എന്തെല്ലാം വരട്ടെ, തീപ്പൊരി പോലത്തെ കഷ്ടത വരട്ടെ, പക്ഷെ എൻ്റെ ഉത്തരവാദിത്തം എന്താ? ഞാനോ എവിടെ നോക്കും? ദൈവത്തിങ്കിലേക്ക് നോക്കും. ആമേൻ. സ്തോത്രം. എൻ്റെ കാര്യം ഞാൻ ദൈവത്തിങ്കിൽ എന്ത് ചെയ്യും? ഏൽപ്പിക്കും. ഹല്ലേലൂയ. കാരണം അതിൻ്റെ റീസൺ അതിൽ 9-ാമത്തെ വചനത്തിൽ പറയുന്നത്, അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങൾ അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുക. ആമേൻ. ഞാൻ ആരാധിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഞാൻ നോക്കിയ ദൈവം, അല്ലെങ്കിൽ എൻ്റെ കാര്യം ഏൽപ്പിച്ച കർത്താവ് എന്ന് പറയുന്നത് അവൻ എന്താണ്? അവൻ ആരാഞ്ഞു കൂടാത്ത വൻ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. അസംഖ്യമായ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ ആരാഞ്ഞു കൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്ന ദൈവത്തെയാണ് നാം എന്ത് ചെയ്യുന്നത്? ആ ദൈവത്തോടാണ് ഞാൻ എൻ്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൈവത്തെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? അത്യുന്നത
ഉന്നതങ്ങളുടെ ദൈവത്തെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിൽക്കുന്നതെന്ന് നോക്കിയിരിക്കുന്നതെന്നാണ് ഇവിടെ നമുക്ക് യോബ് പ്രകാരം പറയുന്നത് അല്ലെ. ഹല്ലേലൂയ. അതേ ദൈവമക്കൾ, അതേപോലെ തന്നെ നമുക്കൊരു വചനം കൂടെ വായിക്കാം. സങ്കീർത്തനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ സങ്കീർത്തനം 121 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണെന്ത് ചെയ്യും, പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. ഹല്ലേലൂയ. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഈ ഒരു ചോദ്യം ഓരോ യഹോവ ഭക്തൻ്റെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നവർ വരെ നമ്മളോട് ചോദിക്കും, നിനക്ക് ഇനി എവിടുന്ന് സഹായം വരാനാ? ഈ ഒരു കഷ്ടതയെ നിന്നെ ആര് പിടിപ്പിക്കാനാണ്? നീ എവിടുന്ന് വരുമെന്ന് ഓർത്താ ഇരിക്കുന്നത് അല്ലേ? നീ ആരെ കാത്തിരിക്കുകയാണ്? പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്. എങ്കിൽ സ്തോത്രം, ഒരു ദൈവ പൈതലിന് പറയാൻ കഴിയും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഒരു യഹോവയുണ്ട്. ആ യഹോവയെങ്കിൽ നിന്ന് വന്നിരിക്കും. ഒരു വിശ്വാസം നമുക്കവിടെ കാണണം. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മളും കൂടെ പറയല്ലോ, എനിക്കിനി എവിടെ നിന്ന് വരാന്, എന്നെല്ലാം ശ്രമിച്ചു, ഒന്നുമില്ല. ഹല്ലേലൂയ. രക്തം ജയം ദീപൽ പ്രൗഢ റബശക. ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, ഹല്ലേലൂയ, ജോലി സംബന്ധമായി, ഹല്ലേലൂയ, പലയിടങ്ങളിലും അന്വേഷിച്ചു. സ്തോത്രം. പക്ഷെ അതെല്ലാം മുടങ്ങിയ ഒരവസ്ഥ. ഇന്ന് തൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ആരുടെയൊക്കെയോ ജീവിതത്തിൽ, ഹല്ലേലൂയ, ജോലി സംബന്ധമായി, ഹല്ലേലൂയ, ഒരുപാട് അലഞ്ഞ്, ഹല്ലേലൂയ, പലരുടെ മുമ്പിൽ, പലരുടെ നടുവിൽ നീ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, ചില വിഷയങ്ങളുടെ നടുവിൽ, സ്തോത്രം, എനിക്കിത് എവിടുന്ന് സഹായം ലഭിക്കും? ഹല്ലേലൂയ. സ്തോത്രം, എന്നെ ആര് രക്ഷിക്കും? ഹല്ലേലൂയ. നിന്റെ ദൈവം ഒന്ന് വരുന്നു എന്ന് കാണട്ടെ എന്നും പറഞ്ഞ് സ്തോത്രം, ഹല്ലേലൂയ, സ്വന്തം ബന്ധുക്കളുടെ പോലും നടുവിൽ നീ ഒരു ചോദ്യചിഹ്നമായി നിന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയുകയാണ്, നിനക്കൊരു സഹായം വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കൊരു സഹായം വരും. അതെവിടെ നിന്നാണ്? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തനായ യഹോവയെങ്കിൽ നിന്ന്, ഹല്ലേലൂയ, നിനക്കൊരു സഹായം വരും. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് ചില ദർശനങ്ങൾ ദൈവം തന്നിട്ടില്ല. ആ ദർശനത്തിൽ ഉറപ്പുള്ളവളായി നിൽക്കുക. ദർശനം അതിൻ്റെ ആ സമാപ്തിയിലേക്ക് അത് ബന്ധപ്പെടും. അത് വരും നിശ്ചയം. ഹല്ലേലൂയ. വിശ്വസിക്കുക. ഹല്ലേലൂയ. ഈ ഒരു ദൈവവചന, ഹല്ലേലൂയ, എന്നോടന്ന് വിശ്വസിക്കുക. പലപ്പോഴും കഷ്ടതയുടെ നടുവിൽ നീ ആയിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും, സ്തോത്രം, നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ച സമയത്തും സ്തോത്രം നനച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഒന്നിനും ഒരു വഴി തുറക്കാതെ നീ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്, നിനക്കൊരു സഹായം വരുന്നുണ്ട്. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, നമുക്കൊരു സഹായം വരുന്നുണ്ട്. എവിടുന്നാണ്? ആകാശത്തെ. മനുഷ്യൻ്റെ കൈകളിൽ നിന്നല്ല. മനുഷ്യൻ പ്രവർത്തിക്കുന്നതിലും അവർക്കൊക്കെ ഒരു അതിരുണ്ട്. എങ്കിലും ഒരു അതിരുമില്ലാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന്, അത്യുന്നതനായ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നിനക്കൊരു സഹായം സ്തോത്രം വരും. ഹല്ലേലൂയ. സ്തോത്രം. 123 സങ്കീർത്തനവും നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്, രണ്ടാമത്തെ വചനം എന്താണ്? ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക്. അതേ ദൈവമക്കളെ, പലപ്പോഴും, ഹല്ലേലൂയ, പല സാഹചര്യങ്ങളിലല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളോരം നമ്മുടെ കണ്ണ് പല ഇടങ്ങളിലേക്ക് പോയിട്ടുണ്ട്, പല അധികാരികളിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് അവിടുന്ന് സഹായം ലഭിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവരെനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ഹല്ലേലൂയ. പലതും കാത്തിരുന്ന് എൻ്റെ കണ്ണ് ക്ഷീണിക്കുന്നുവെങ്കിൽ, സ്തോത്രം, ഒരു യഹോവയെങ്കിലേക്ക് നോക്ക്. നിന്റെ കണ്ണ് ഒരിക്കലും ക്ഷീണിക്കുകയില്ല. സ്തോത്രം. ക്ഷീണത്തിൻ്റെ അവസ്ഥയിലൂടെ നീ പോയാലും നിനക്ക് ബലം തരുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവ യഹോവയെങ്കിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവെങ്കിലേക്ക് നീ നോക്ക്. നീ മടുത്തു പോകാതെ, നിന്റെ വിഷയത്തിന് നടുവിൽ നീ മടുത്തു പോകാതെ. ദൈവത്തിനും അറിയാം എന്താണ് നമ്മൾ ചില വിഷയങ്ങൾക്ക് നടുവിൽ നമ്മൾ എന്ത് ചെയ്യും? മടുത്തു പോകുന്നു അല്ലേ? പക്ഷെ ലൂക്കോസ് 18:1 നമ്മൾ ഇപ്രകാരം മടുത്തു പോകരുത്. ഹല്ലേലൂയ. മടുത്തു പോകാതെ നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കുക ദൈവമക്കളെ. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കൂന്നേ, നമുക്ക് വേണ്ടി ഒരു സഹായം ദൈവം ചെയ്തിരിക്കൂന്നേ. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു കഷ്ടത വരുമ്പോൾ ദൈവം എന്ത് ചെയ്തില്ല? നിന്നെ അതിൽ മുക്കിക്കളയത്തില്ല. ഹല്ലേലൂയ. ചുറ്റും നിൽക്കുന്നവർ നിന്നെ നോക്കി പറയും, നീ ഈ കഷ്ടതയോടെ തീർന്നു. ഹല്ലേലൂയ. ചുറ്റും നിന്നവർ നിന്നെ നോക്കിക്കൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകാം, നീ ഈ കഷ്ടത കൊണ്ട് നീ
തീർന്നു എങ്കിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പറയുവാൻ, നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയണം, ഈ ഒരു കഷ്ടത എന്ത് ചെയ്യും, ഈ കഷ്ടത കൊണ്ട് എൻ്റെ ജീവിതം തീരുവല്ല, ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കഷ്ടതയുടെ നടുവിൽ നമ്മൾ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ഈ നാളുകൾ കഷ്ടത അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ്, പല ഇടങ്ങളിൽ നിന്റെ സഹായം നീ പ്രതീക്ഷിച്ചു, പല സ്ഥാപനങ്ങളിൽ നിന്ന് നീ നിന്റെ സഹായം പ്രതീക്ഷിച്ചുവെങ്കിൽ ഇന്ന് വൽക്കാല ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നീ മടുത്തു പോകാതെ, നിന്റെ കണ്ണ് ക്ഷീണിച്ചു പോകാതെ വേണം നീ ദൈവത്തിങ്കിലേക്ക് നോക്ക്, അത്യുന്നതനായ ദൈവത്തിങ്കിലേക്ക് നോക്ക്. 57-ാം സങ്കീർത്തനത്തിൻ്റെ 2 ഇപ്രകാരം പറഞ്ഞു, ഞാൻ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന എൻ്റെ ദൈവം. ആ ഒരു വിശ്വാസമാണ് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ശത്രു പലപ്പോഴും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്, പല നിരാശകൾ കൊണ്ട്. ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നീ പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എൻ്റെ ദൈവം എൻ്റെ സഹായകനാണ്, എനിക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്ന കാര്യസ്ഥനാണ് ആ പരിശുദ്ധാത്മാവ്. അവൻ എൻ്റെ കർത്താവായ ആ പരിശുദ്ധാത്മാവൻ്റെ എന്താണ്, കാര്യസ്ഥൻ, അവൻ എൻ്റെ സഹായകനാണ്. ഹല്ലേലൂയ. അതേ ദൈവമക്കൾ, ഈ നാളുകളിൽ നമുക്കൊരു ഒരു ദൈവസന്നിധി ഒരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, എനിക്കൊരു കഷ്ടത വന്നോട്ടെ, എനിക്കൊരു ഭാരം വന്നോട്ടെ, പക്ഷെ ഞാൻ ചെയ്യുന്ന എന്താ, ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുക. ഞാനോ യോബ് പറഞ്ഞതുപോലെ ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കും, എൻ്റെ കാര്യം എൻ്റെ ദൈവത്തിങ്കിൽ ഏൽപ്പിക്കും. കാരണം അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെ ചെയ്യാൻ പോവാ. ദൈവമക്കളെ, ഇന്ന് വൽക്കാൽ നീ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിൻ്റെ നടുവിൽ നോക്കിക്കൊണ്ട്, ആ വിഷയത്തെ നോക്കിക്കൊണ്ട് നീ പറ, എൻ്റെ ദൈവം ആരാഞ്ഞുകൂടാത്ത അത്ഭുതം ചെയ്യാൻ പോവാണ്, എൻ്റെ ദൈവം എനിക്ക് സഹായം അയക്കുവാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. കഷ്ടതയുടെ അടിവാരത്ത് പോയി കടന്നാൽ, എത്ര ചേറ്റിൽ കടന്നാൽ, എത്ര കഷ്ടതയുടെ കുഴിയിൽ നീ പോയാലും അമ്മേ സ്തോത്രം, അത് നിന്നെ മൂടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവമക്കളെ, അതുകൊണ്ട് ഈ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. അമ്മേ സ്തോത്രം, ഒരു തീരുമാനമെടുക്കുക. അമ്മേ സ്തോത്രം, ഞാൻ ദൈവത്തിങ്കിൽ ഏൽപ്പിക്കും. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കണ്ണ് ക്ഷീണിച്ചു പോകാതെ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ ദൈവത്തെ എന്ത് ചെയ്യും, നോക്കിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.